മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടെർബ് എന്ന സിനിമയുടെ കളക്ഷന് സിനിമ റിലീസ് ചെയ്തിട്ട് 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടികളുടെ കളക്ഷൻ റിപ്പോർട്ടിൽ നിന്ന് ലക്ഷങ്ങളുടെ കണക്കായിരിക്കും പിന്നീട് പുറത്തു വരിക എന്നാണ് വിരോധികൾ എല്ലാവരും ഒരുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഈ സിനിമ ആർക്കും ഇഷ്ടപ്പെടില്ല, ഫാൻസുകാർക്കും അത്യാവശ്യം മാസ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമേ സിനിമ കാണുള്ളൂ, ഫാമിലി ഓഡിയൻസ് കയറില്ല, സിനിമ അധികം ഓടില്ല, കളക്ഷൻ റെക്കോർഡൊന്നും പ്രതീക്ഷിച്ച പോലെ കിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് വിമർശകരുടെ വായ അടപ്പിച്ചിട്ടുള്ള ഒരു മമ്മൂട്ടി ചിത്രമാണ്. തോരാതെയുള്ള മഴ, അതുപോലെ തന്നെ ഡീഗ്രേഡിങ്, എല്ലാ ഭാഗത്തു നിന്നും നെഗറ്റീവ് റിവ്യൂസ്, അങ്ങനെ ഈ ഒരു സിനിമയെ തകർക്കാൻ പറ്റുന്നതിന്റെ അങ്ങേത്തല്ല പല ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരുന്നു. എന്നിട്ട് പോലും ഈ ഒരു സിനിമ ഫീനിക്സ് പക്ഷിയെ പോലെ കുതിച്ചു വരികയാണ്. ഈ സിനിമ റിലീസ് ചെയ്തിട്ട് ശനിയാഴ്ച 10 ദിവസം കഴിഞ്ഞു, ഞായറാഴ്ച ഇന്ന് 11ാം ദിവസമാണ്. 10 ദിവസം പിന്നിട്ട് ഈ സിനിമ ഇതുവരെ 1 കോടിക്ക് താഴെ കളക്ഷൻ പോയിട്ടില്ല എന്നുള്ളത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയേറെ കാലാവസ്ഥ പ്രതികൂല സാഹചര്യത്തിൽ നിന്നിട്ട് പോലും ടെർബ് എന്ന സിനിമ ഗംഭീര കളക്ഷനാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. 11 ദിവസമായ ശനിയാഴ്ച ഈ സിനിമ എത്ര കോടി കളക്ട് ചെയ്തു എന്നുള്ളതാണ് ഈ വീഡിയോയുടെ നോക്കാൻ പോകുന്നത്. സിനിമ റിലീസ് ആയിട്ട് 2ാമത്തെ ശനിയാഴ്ച ആയിട്ടുള്ള ഇന്നലെ 10ാം ദിവസം ഈ ഒരു സിനിമ 1,40,00,000 മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇതോട് കൂടിയിട്ട് ഈ ഒരു സിനിമ കേരളത്തിൽ നിന്ന് മാത്രം 27,80,00,000 മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഞായറാഴ്ച ദിവസമായ ഇന്ന് ഗംഭീര ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ഇന്നത്തെ ഒരു ദിവസം ഈ സിനിമക്ക് ഉണ്ടാവും. അപ്പൊ എന്തായാലും ഒരുപാട് ആളുകൾ ഈ സിനിമയുടെ കളക്ഷൻ കുത്തനെ താഴ്ന്നു നോക്കിയിരിക്കുന്നുണ്ട്. അവരോട് കാര്യം പറയാനുള്ളത്, ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു അത്ഭുതം തന്നെയാണ്. കാരണം നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടുള്ള ഈ ഒരു സിനിമക്ക് ഇങ്ങനെ ബോക്സ് ഓഫീസിൽ പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെങ്കിൽ ഈ സിനിമക്ക് പോസിറ്റീവ് റിവ്യൂസ് അതുപോലെ തന്നെ പ്രതികൂല സാഹചര്യമൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. സിനിമ വേറെ ലെവലായേനെ. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി, ബോക്സ് ഓഫീസിൽ ഒരു തരത്തിലുള്ള പവർ മമ്മൂട്ടിക്ക് കുറഞ്ഞിട്ടില്ല. വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി വേണ്ട രീതിയിൽ ഒരു സിനിമ ഇറക്കിയാൽ, ഉദാഹരണത്തിന് അമൽ നീരദിന്റെ ബിഗ് ബി 2 എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നുണ്ടെങ്കിൽ മലയാള സിനിമയിലെ നിലവിലുള്ള സകല റെക്കോർഡുകളും അടിച്ചു തൂഫാനാക്കാൻ പറ്റുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അദ്ദേഹത്തിന് വേണ്ട രീതിയിലുള്ള ഒരു പ്രൊമോഷനും വേണ്ട രീതിയിലുള്ള സ്ക്രീനുകളുടെ എണ്ണം കൊടുത്താൽ മമ്മൂട്ടി നടൻ ബോക്സ് ഓഫീസിൽ അഴിഞ്ഞാടുക തന്നെ ചെയ്യും.